Hi, I'm Gigi, celebrity makeup artist, Leah Beauty Studio and Academy, ചാലക്കുടി. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽസിനെ കുറിച്ചിട്ടാണ്. ഫേഷ്യൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഫേഷ്യൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേഷ്യൽ എന്തിനാണ് ചെയ്യുന്നത്, എന്ത് തരം ഫേഷ്യലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലരും നമ്മളുടെ അടുത്തൊക്കെ പറയുന്നത്, ഞാൻ എത്ര ഫേഷ്യൽ ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ലൈറ്റനിങ് ആവാനാണ് ഞാൻ പോയത്, പക്ഷേ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നിറച്ച് കരിമങ്ങല്യം വരുന്നു, അതിന് എന്ത് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സുകൾ വരുന്നു, അതിനെന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും, പല സംശയങ്ങളാണ് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് ആളുകൾക്കുള്ളത്. ആദ്യമായിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള ഫേഷ്യൽസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. കൂടുതൽ ആളുകളും നമ്മുടെ ഫേസ് കളർ ലിഫ്റ്റിങ്ങിനെ ആശ്രയിച്ചിട്ടാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് കൂടുതലും വരിക. അപ്പോൾ കളർ ലിഫ്റ്റിങ് മാത്രമല്ല, നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിയിൽ നിലനിർത്താനായിട്ടും, മെലാസ്മ പോലെ അല്ലെങ്കിൽ നമുക്ക് കറുത്ത പുള്ളിക്കുത്തുകൾ ഫേസിലൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും വ്രിങ്കിൾസ് കവർ ചെയ്യാനായിട്ടും ഒക്കെ നല്ലതാണ് ഫേഷ്യൽ മാസത്തിലൊരിക്കൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു 30-35 ആകുമ്പോൾ തന്നെ നമ്മുടെ കവിൾത്തടങ്ങളിൽ വട്ടത്തിൽ കറുത്ത പാടുകൾ രൂപപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ മുകൾ ഭാഗത്ത് വരകൾ വീഴാനായിട്ടും ഈ സൈഡിലൊക്കെ വ്രിങ്കിൾസ് കാണപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ വരകൾ വീഴുകയും നമുക്ക് വിഷ്വലി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള വരകളൊക്കെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൽ കുറിയ വരകൾ വീഴാനായിട്ട്, അതുപോലെ തന്നെ കവിൾ തൂങ്ങുന്നത്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് ഫേഷ്യലുകൾ ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലെവൽ മെച്ചപ്പെടുത്താനും നല്ലപോലെ നിലനിർത്താനായിട്ട് ഫേഷ്യൽസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നിലാണെങ്കിൽ നല്ല രീതിയിൽ പാച്ചസ് ഒന്നും ഇല്ലാണ്ട് മേക്കപ്പ് നിലനിൽക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, 16 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റുകൾ. എന്നാൽ രണ്ട് കൂട്ടർക്കും സെപ്പറേറ്റ് ആണ് പ്രോഡക്റ്റുകളൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനും പ്രായത്തിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ നമ്മുടെ സ്കിന്നിനെ കുറിച്ചിട്ട് ഒന്ന് അറിഞ്ഞു വന്നതിന് ശേഷം ഫേഷ്യൽസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ സ്കിൻ പല ടൈപ്പിലുണ്ട്. ഓയിൽ സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ സ്കിന്നുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുണ്ട്. അങ്ങനെ പലതരത്തിലാണ് നമ്മൾ സ്കിന്നിനെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കൊടുക്കുന്ന ഫേഷ്യൽ അല്ല നമ്മൾ ഓയിൽ സ്കിന്നിന് കൊടുക്കുന്നത്, ഓയിൽ സ്കിന്നിന് കൊടുക്കുന്നതല്ല നമ്മൾ സെൻസിറ്റീവ് സ്കിന്നിന് കൊടുക്കുന്നത്. എൻറ്റയർലി ഡിഫറൻ്റ് ആണ് മറ്റ് സ്കിന്നുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ തരം സ്കിന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് നല്ലോണം ഓയിൽ കണ്ടൻ്റ് ഉള്ള, കുറച്ചുകൂടെ അതായത് കൊക്ക ബട്ടറോ ഷിയ ബട്ടറോ ഒക്കെ ബട്ടർ മിക്സ്ഡ് ആയിട്ടുള്ള ക്രീമുകളൊക്കെയാണ് നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഓയിൽ സ്കിന്നുകാർക്ക് നമ്മൾ ഓയിൽ കണ്ടൻറ്റ് വളരെയധികം കുറച്ചിട്ട് നമ്മുടെ എന്താ പറയുക, സാൻഡൽവുഡിൻ്റെ പൗഡറുകൾ അല്ലെങ്കിൽ കുക്കുംബറിൻ്റെ മിക്സിങ്, അങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാവട്ടെ, നമുക്ക് അവരുടെ സ്കിൻ ടോൺ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ അലർജി തോതുകൾ കണ്ടെത്തി അവർക്ക് ഏതളവിൽ കൊടുക്കണം എന്നുള്ളത് ക്രമീകരിച്ചിട്ടാണ് നമ്മൾ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കുന്നത് ഡ്രൈ സ്കിന്നുകാരാണ്. അവർ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മന്ത്ലി ഒരു ഫേഷ്യൽസ് എടുത്തു പോകണം. കാരണം നിങ്ങൾക്ക് ഉള്ള പ്രായത്തേക്കാളും ഡബിളായിട്ട് നമുക്ക് നമ്മുടെ ഏജ് തോന്നിപ്പോകും. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് വ്രിങ്കിൾസ് വരാനും പാട് വീഴാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫാറ്റായിട്ടുള്ള ഫേസ് ഉള്ളവർ, നല്ല വണ്ണത്തിലൊക്കെ ഉള്ളവരും ഡബിൾ ചിന്ന് വരാനായിട്ട്, കഴുത്തിൻ്റെ ആ ഭാഗത്ത് കവിള് തൂങ്ങാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ സൈഡ്, ഈ പുരുകത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയൊക്കെ ഇങ്ങനെ ഈ തൂങ്ങുന്ന ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഫേഷ്യൽസ് എടുക്കുന്നതുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫേഷ്യൽ പല പ്രൊസീജിയറിൽ കൂടെയാണ് കടന്നു പോകുന്നത്. 6-7 സ്റ്റെപ്പ് വരെ ഉള്ള ഒരു പ്രൊസീജിയറാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ക്ലയൻറ്റിൻ്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു പ്ലേസിലിരുത്തി ആദ്യം ക്ലെൻസിങ് ചെയ്യാണ് ചെയ്തത്. ക്ലെൻസിങ് നമ്മൾ എടുത്ത് ഒരു 3-4 മിനിറ്റ് ഹാൻഡ് മസാജിങ് കൊടുത്ത് നല്ല ക്ലീൻ ആക്കി ഫേസ് എടുത്തതിന് ശേഷമാണ്
നമ്മൾ വർക്ക് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് നന്നായിട്ട് സ്റ്റീം കൊടുക്കും. ആ സ്റ്റീം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നാൽ വൈറ്റ് ഹെഡ്സ് കുറച്ചും കൂടി ആഴത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റീം കൊടുത്തെടുത്താലാണ് ഇത് പുറത്തേക്ക് വരികയുള്ളൂ. എന്നാൽ ഇതേ കണ്ടീഷനിൽ ഇപ്പോൾ ഓയിൽ സ്കിന്നാണ്, നമുക്ക് അത്രയധികം സ്റ്റീം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റ് പ്രൊസീജിയറുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ സ്റ്റിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റ് മെഷീൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വാക്വം ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓരോ കസ്റ്റമറുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ഒരു ഹാൻഡ് മസാജിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രീമുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഉണ്ട് വ്യത്യാസം. ഓരോ സ്കിന്നുകാർക്കും അതിന് സെപ്പറേറ്റ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽസ് എടുക്കുന്നത്. അല്ലാണ്ട് എല്ലാ ഫേഷ്യൽസും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവത്തില്ല. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും ചിലപ്പോൾ ഫേഷ്യൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റവും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയേണ്ടി വരുന്നത്. സ്കിൻ സ്റ്റഡി ഇല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർ വഴിയിലല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ റിസൾട്ട് വരാത്തത്. അപ്പം നമ്മളൊരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്യും. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗം ഉൾപ്പെടെയാണ് നമ്മളത് മസാജ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ റിങ്കിൾസ് കവർ ചെയ്യാനായിട്ടും കവിള് തൂങ്ങുന്നത് കുറയാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ ഇച്ചിരി ഹാർഡായിട്ട് തന്നെ നമ്മൾ മസാജിങ് കൊടുക്കും. അതുപോലെ തന്നെ കവിളിൻ്റെ സൈഡിൽ, മൂക്കിൻ്റെ ഈ സൈഡിൽ, മൂക്കിൻ്റെ ഈ പാലം, അതുപോലെ തന്നെ നമ്മളുടെ ഈ ചുണ്ടിൻ്റെ 2 സൈഡിൽ, അതുപോലെ തന്നെ ഈ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ, അതായത് പിന്നെ നമ്മൾ പാലത്തിൽ കൂടെ പോയി നെറ്റി ഭാഗമൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന, വളരെ ഡീപ്ലി നല്ല ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെയാണ് മസാജിങ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ അടുത്തത് പോകുന്ന കണ്ണിൻ്റെ ഏരിയയാണ്. നമ്മൾ ഈ ഫേഷ്യൽസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിലാക്സ് ആവുന്നത് നമ്മളുടെ കണ്ണാണ്. കണ്ണിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ മസാജ് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ അണ്ടർ ഐ പ്രോബ്ലംസ്, നിങ്ങൾക്കറിയാം, കണ്ണിനടിയിൽ കറുപ്പ് നിറം ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ്. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പ് നിറം വരുന്നത്. കൂടുതലും അലർജി കണ്ടീഷൻ ഉള്ളവർക്ക് വരാം, അല്ലെങ്കിൽ കണ്ടമാന സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലായ്മ കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് നിറം വരുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് മാസത്തിൽ ഒരു തവണ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. കാരണം ഇതിനകത്തൊരു 3-4 മിനിറ്റോളം മസാജ് വരുന്നത് കണ്ണിന് ചുറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഈ വ്രിങ്കിൾസ് വരുന്ന എല്ലാം കവർ ചെയ്യാനായിട്ടും ഈ കറുപ്പ് നിറം കുറയ്ക്കാനായിട്ടും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ കണ്ണിന് കൊടുക്കുന്ന മസാജിങ് ഐബോൾസിന് ഉൾപ്പെടെ നമ്മളത് കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ് പതിവ്. അതുപോലെ തന്നെ പുരുകത്തിനും കൊഴിച്ചിൽ നിയന്ത്രിക്കാനായിട്ടും, പുരുകത്തിലുണ്ടാവുന്ന താരൻ കൺട്രോൾ ചെയ്യാനായിട്ടും, പുരുകം താഴേക്ക് തൂങ്ങുന്നത് മാറ്റാനും ഒക്കെ ഈ മസാജ് കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോർഹെഡിൽ കൊടുക്കുന്ന മസാജിങ് നമ്മുടെ ഇവിടെ വരകൾ വരാതിരിക്കാനായിട്ടും, ഇനി വന്നാൽ തന്നെ അത് മിനിമൈസ് ചെയ്യാനായിട്ടും, ഡ്രൈനസ് കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇത്ര പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജെൽ ട്രീറ്റ്മെൻ്റ് ആണ്. ജെൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ ടോൺ പോസ് എല്ലാം ഒന്ന് ക്ലോസ് ആക്കി എടുക്കാനായിട്ടും, ഒരു ഈവനായിട്ട് നിലനിർത്താനായിട്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ഫേഷ്യൽസ്, ചില അഡ്വാൻസ് ആയിട്ടുള്ള ഫേഷ്യലുകളിൽ 2 തരം മസാജിങ് വരുന്നുണ്ട്. അത് ഓരോ സ്കിറ്റിനെ ആശ്രയിച്ചിട്ടിരിക്കും. അപ്പോൾ മെയിനായിട്ട് പ്രൊസീജിയർ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പിന്നെ ജെൽ വെച്ചിട്ടുള്ള ഒരു മസാജിങ് ആണ്. അത് നമുക്ക് മെഷീൻസ് ഉപയോഗിച്ചും ചെയ്യാം, ഹാൻഡ് മസാജിങ് ആയിട്ടും ചെയ്യാം. ഇതെല്ലാം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മൾ കൈ മസാജിങ് വളരെ കുറച്ചിട്ട് മെഷീൻ മസാജിങ് ആണ് അധികവും കൊടുക്കുക. ഈ RF ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. കാരണം നമ്മളുടെ കൈയിൻ്റെ ചൂടും അവരുടെ സ്കിന്നിൻ്റെ ചൂടും കൂടെ ആയിട്ട് മസാജ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് ചിലപ്പോൾ പിമ്പിൾസ് കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഓയിൽ സ്കിന്നുകാർക്കും. നമ്മൾ കൈവച്ച് കൂടുതൽ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നുള്ള ചൂടും കൂടെ ആയിട്ട് ചിലപ്പോൾ പിമ്പിൾസ് അധികരിച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ പലരും ഫേഷ്യൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഫേഷ്യൽ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നിറയെ കുരുക്കൾ വന്നു എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടുതലും കോൾഡ് കംപ്രഷൻ കൊടുത്ത് ഒരു മസാജിങ് ഒരു ലിമിറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ട് കണ്ടമാനം ചൂടാവാത്ത തരത്തിലാണ് ആ ഫേഷ്യൽ ചെയ്യുന്നത്.
അപ്പോൾ ഈ ജെൽ മസാജിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മളിപ്പോൾ കാർബൺ ഫേഷ്യൽ ചെയ്താലോ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താലോ ഒക്കെ നമ്മൾ പിന്തുടരുന്നത് ഇതേ രീതിയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ പായ്ക്ക് ഇടുന്നത്. ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ പായ്ക്ക് ഇടും. അതും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഓയിൽ സ്കിൻ ആണെങ്കിൽ കുറച്ച് ബട്ടർ മിക്സഡ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്നത്. ഓയിൽ സ്കിൻ ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാൻഡൽവുഡിൻ്റെ പൗഡർ ടൈപ്പോ അല്ലെങ്കിൽ കുക്കുംബർ പേസ്റ്റ്, കുക്കുംബറിൻ്റെ ഫേഷ്യലുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഞങ്ങളൊക്കെ ഇവിടെ റെഡി ടു യൂസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പായ്ക്കുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ അലർജി കണ്ടീഷൻ എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കി അതിനനുസരിച്ചിട്ടാണ് പായ്ക്കുകളും ക്രമീകരിക്കുന്നത്. ഇതോടെ ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകൾ പൂർത്തിയാകുമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേഷ്യൽ കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഫേഷ്യൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്കിൻ ടോണറൊക്കെ ഇട്ട് സൺ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് അവരെ റെഡിയാക്കി പുറത്തേക്ക് പറഞ്ഞേക്കും. പക്ഷേ ഇങ്ങനെ പോയാലും അവർ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 8 മണിക്കൂർ നേരത്തേക്ക് പിന്നെ സോപ്പോ ഫേസ് വാഷോ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിന് മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ 8 മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഡെർമിസിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ദിവസങ്ങളിൽ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ഡെയിലി സ്കിൻ റൊട്ടീനിൽ ഒരു മാറ്റം വരുത്തണം. അതായത് ആദ്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യും, ഡെയിലി ഫേസ് ക്ലെൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ടോണർ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നല്ലൊരു മോയ്സ്ചറൈസറും ട്വൈസ് ഡെയിലി എന്നുള്ള കണക്കാക്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അതിനുശേഷം സൺ പ്രൊട്ടക്ഷനും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ അത് ഒരു മാസത്തിൽ 1 എന്നുള്ള തവണയിൽ ചെയ്തു പോകുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിയിൽ നിലനിർത്താനും നല്ലൊരു സ്കിൻ ടോൺ ഡെവലപ്പ് ചെയ്യാനായിട്ടും ആൻറ്റി ഏജിങ് പ്രോസസ്സിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഫേഷ്യൽസ് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഒരു ഫേഷ്യൽ ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ തീരുന്നില്ല. ആ ഒരു പ്രോസസ്സ് അങ്ങനെ പിന്തുടർന്ന് പോകുന്നവർക്കാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ്റെ യൂസേജ് ഇതേ ഒരു ലെവലിൽ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ഫേഷ്യലും എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും. മെലാസ്മ പോലെയുള്ളതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടായില്ല. മെലാസ്മയ്ക്കൊക്കെ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി പ്രായം തോന്നാനായിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതാവും. അപ്പോൾ അവരുടെ സ്കിന്നിൽ നല്ല രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ഫേഷ്യൽസോ അല്ലെങ്കിൽ മറ്റ് സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് തന്നെ മതിയാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഒരു ഫേഷ്യൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒട്ടുമിക്ക ആൾക്കാരും പാർലറിൽ ചെന്നിട്ട് ബ്രോഷർ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പപ്പായ ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു പേൾ ഫേഷ്യൽ, ഗോൾഡ് ഫേഷ്യൽ അല്ലെങ്കിൽ ഡയമണ്ട് ഫേഷ്യൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള നമുക്ക് സ്യൂട്ടായിട്ടുള്ള നമ്മുടെ ഏജിന് പറ്റിയ രീതിയിലുള്ള ഫേഷ്യൽസ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കൺസൾട്ടേഷന് ശേഷം മാത്രം നമ്മൾ ഫേഷ്യൽസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ ഗുണഗണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.